ഇവിടെ നമ്മൾ യൂണിറ്റ് 2-ലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1, 2, 3, 4 4 അക്കങ്ങൾ ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? 4 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 4 × 3 × 2 × 1 = 24. അത് എഴുതി നോക്കാൻ സമയമില്ലെങ്കിൽ നമ്മൾ 4 × 3 × 2 × 1 24 എന്ന് എഴുതാം. ഇത് എങ്ങനെയാണെന്നും കൂടി ടീച്ചർ പറഞ്ഞുതരാം. ഇവിടെ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. 4 ഡിജിറ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 1 സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ 2 സ്റ്റാർട്ടിങ്ങിൽ, 3 സ്റ്റാർട്ടിങ്ങിൽ, 4 സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിച്ച് എഴുതാവുന്നതാണ്. ഇനി ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ 4 ഡാഷ് ഇടാം. ഫസ്റ്റ് ഡാഷിൽ 4 അക്കങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. 1, 2, 3, 4 ഏതക്കം വേണമെങ്കിൽ വരാം. അപ്പം 4 ഇടാം. രണ്ടാമത്തെ ഡാഷിൽ ഒരെണ്ണം പോയില്ലോ, 3 നമ്പേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത്തെ ഡാഷിൽ 2 അക്കം വരാനേ ചാൻസ് ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഡാഷിൽ ഒരക്കം വരാനേ ചാൻസ് ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ 4, പിന്നെ 3 എണ്ണം വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ 2, പിന്നെ 1. അതുകൊണ്ടാണ് 4 × 3 × 2 × 1, അതായത് 24 സംഖ്യകൾ 4 അക്കങ്ങൾ ഉപയോഗിച്ച് 24 നാലക്ക സംഖ്യകൾ 24 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി ഫോംഡ് യൂസിങ് 4 ഡിജിറ്റ്സ്. ഓക്കെ, അത് മറക്കരുത് കേട്ടോ. ഇനി ഇതിൽ തന്നെ ഈ 4 അക്കങ്ങളിൽ ഒരെണ്ണം 0 ആണെങ്കിൽ എങ്ങനെ ചെയ്യും? ഒരെണ്ണം 0 ആണെങ്കിൽ ആദ്യത്തെ ഡാഷ് 4 അക്കമാണല്ലോ, അപ്പം 4 ഡാഷ് ഇടുക. ആദ്യത്തെ ഡാഷിൽ 0 വരാൻ ചാൻസ് ഇല്ല, അപ്പോൾ അവിടെ 3 അക്കം വരുള്ളൂ. പിന്നെ ഇനി അടുത്ത ഡാഷിൽ നോക്കിയാൽ ഒരക്കം യൂസ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അപ്പോഴും 3 അക്കം വരുള്ളൂ രണ്ടാമത്തെ ഡാഷിൽ. പിന്നെ മൂന്നാമത്തെ ഡാഷിൽ 2 അക്കം വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഡാഷിൽ 1 അക്കം വരാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ 3 × 3 × 2 × 1 3 × 3 9 ആണ്, 2 × 1 2 ആണ്. അത് രണ്ടും ഗുണിച്ചാൽ 18 ആണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, 4 അക്കങ്ങളിൽ ഒരെണ്ണം 0 വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം 18 ആയിരിക്കും. 4 അക്കങ്ങളും അവർ തന്നിട്ടുണ്ട്. അതിൽ 0 ഇല്ലെങ്കിൽ എത്ര നാലക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? 24 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 3 അക്കങ്ങൾ തന്നിട്ടുണ്ട്, 5, 4, 3. അപ്പോൾ എത്ര 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ 3 അക്കം ആയതുകൊണ്ട് 3 ഡാഷ് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ഡാഷിൽ 3 അക്കം വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഡാഷിൽ 2 അക്കം വരള്ളൂ, കാരണം ഓൾറെഡി ഒരക്കം യൂസ് ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ ലാസ്റ്റ് ഡാഷിൽ 1 അക്കം വരാനാണ് ചാൻസ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? 3 × 2 × 1 = 6 എന്നാണ് ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഡാഷിൽ 3, സെക്കൻഡ് ഡാഷിൽ 2, പിന്നെ തേർഡ് ഡാഷിൽ 1 നമ്പേഴ്സ് വരാനാണ് ചാൻസ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. പക്ഷെ തന്നിട്ടുള്ള അക്കങ്ങൾ ഡിജിറ്റ്സ് എന്തൊക്കെയാണ്? 5, 4, 0 ആണ്. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുക? 0 ഒരിക്കലും ആദ്യത്തെ ഡാഷിൽ വരില്ല. 3 ഡാഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഡാഷിൽ 5 അല്ലെങ്കിൽ 4 വരാനാണ് ചാൻസ്. അപ്പോൾ 2. രണ്ടാമത്തെ ഡാഷിൽ ഓൾറെഡി 1 നമ്പർ യൂസ് ചെയ്തു, ബാക്കി 2 നമ്പർ ഉണ്ട്, 4 അഥവാ 0 വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയും 2 ചാൻസസ് ആണുള്ളത്. പിന്നെ അവസാനത്തെ ഡാഷിൽ ഒരു നമ്പർ വരാനാണ് ചാൻസ്. അപ്പോൾ 2 × 2 × 1 = 4. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, 3 അക്ക സംഖ്യകൾ തന്നിട്ട് ഒരെണ്ണം 0 ആണെങ്കിൽ 4 നമ്പേഴ്സാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് നമുക്കറിയാം 99 വരെയാണ്. പിന്നെ 1 ഡിജിറ്റ് നമ്പർ നമുക്കറിയാം 9 വരെയാണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പർ എത്രയാണോ 99 മൈനസ് 1 ഡിജിറ്റ് എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണം. സോ 99 - 9 എത്ര? ആൻസർ 90. അതുപോലെ തന്നെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ ഇവിടെ ടീച്ചർ ചെയ്തിട്ടുണ്ട് 99 - 9 = 90. 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ അപ്പോൾ എത്രയായിരിക്കും ഉത്തരം? 900. അപ്പോൾ 4 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിലോ 9000. 5 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ 90,000. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 എണ്ണം എഴുതിയെടുക്കുക. അതിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഊഹിച്ചെഴുതാവുന്നതാണ്. ഓക്കെ, 2 ഡിജിറ്റ് എങ്ങനെയാണ് വരുന്നത്, 3 ഡിജിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് പഠിക്കുക. ബാക്കി 4 ഡിജിറ്റും 5 ഡിജിറ്റും ഒക്കെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഓക്കെ, കണ്ട 4 ഡിജിറ്റ് നമ്പർ 9000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ അഥവാ നാഷണൽ സിസ്റ്റം. ഇന്ത്യൻ സിസ്റ്റം അല്ലെങ്കിൽ നാഷണൽ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം എങ്ങനെയാണ് ചെയ്യുക? അതായത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് നമ്പേഴ്സിനെ നമ്മൾ പേരിട്ട് വിളിക്കുക, വേർഡ്സിൽ യൂസ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 3 അക്കങ്ങൾ കഴിഞ്ഞിട്ടാണ് കോമ ഇടേണ്ടത്. അത് 100ൻ്റെ പീരീഡാണ്. പിന്നെ 2 അക്കങ്ങൾക്കാണ് നമ്മൾ കോമ ഇട്ട് വരേണ്ടത്, സെപ്പറേറ്റ് ചെയ്യേണ്ടത് നമ്പേഴ്സിനെ. ഓക്കെ,
അപ്പോൾ നമ്മൾ പിന്നീന്ന് എഴുതുമ്പോൾ ആദ്യത്തെ 3 അക്കം 100ൻ്റെ പീരിയഡാണ്, പിന്നെ അടുത്ത 2 അക്കം 1000ൻ്റെയാണ്, പിന്നെ അടുത്ത 2 അക്കം ലാക്സ്, അവസാനത്തെ 2 അക്കം ക്രോറാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക? 28 crore 46,000 75 lakhs 432. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 28 crores 46 lakhs 75,432. അടുത്തത് ഇന്ത്യൻ സിസ്റ്റം, ഇൻ്റർനാഷണൽ സിസ്റ്റം, രണ്ടിനും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 10 lakhs എന്ന് പറയുന്നത് അവിടെ 1 million ആണ്, 1 crore 10 million ആണ്. നമ്മുടെ 10 crore അവിടെ എന്താണ്? 10 crore 100 million-ഉം 100 crore 1 billion. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്യുക? പിന്നീന്ന് 3 അക്കങ്ങൾ കോമയിടുക, അടുത്ത 3 അക്കം, പിന്നെ 3 അക്കം, ഒക്കെ 3 ഇൻ്റർനാഷണത്തിൽ നമ്മൾ ഓരോ പീരീഡിന് ഓരോ സെറ്റിന് സെപ്പറേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ആദ്യം 432 എന്ന് പറയുന്നത് 100 ആണ്, 675യുടെ പീരീഡ് 1000 ആണ്, 284 എന്ന് പറയുന്നത് മില്യണിൽ പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് വായിക്കുക? 284,875,000 പിന്നെ 432. അപ്പോൾ 284 3 പറയേണ്ടത്. 284,674,432 284 million എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻ്റർനാഷണൽ സിസ്റ്റം. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 5 അക്കങ്ങൾ തന്നിട്ട് ഏറ്റവും വലിയ നമ്പർ ഫോം ചെയ്യാൻ പറയും. അപ്പോൾ എങ്ങനെ ചെയ്യുക? വെൽതിന്ന് അറേഞ്ച് ചെയ്യുക. 86420, അതായത് 86,420. ഇനി ചെറുത് ചെയ്യാൻ പറഞ്ഞാൽ 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 2 വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. രണ്ടാമത്തെ ചെറുത് ഏതാ? 2. അത് ഇട്ടിട്ട് വേണം 0 ഇടാൻ. അപ്പോൾ 20,468 കിട്ടും. ഓക്കെ, ഇത് ഉപയോഗിച്ച് സമ്മ് കണ്ടുപിടിക്കാൻ പറയും, ഡിഫറൻസ് ചെയ്യാൻ പറയും. സമ്മ് എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യുക, ഡിഫറൻസ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സും പ്ലസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മൈനസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സം എന്ന് പറഞ്ഞാൽ പ്ലസ്, ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നന്നായി പഠിച്ചൊരുങ്ങണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.